ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് എടുക്കുന്ന പോർഷനാണ് 1 മോൾ. ആദ്യം നമ്മൾ പറയുന്നതാണ് 1 മോൾ. ഇത് ഡയറക്റ്റ് നമുക്ക് എക്സാമിനേഷൻ ചോദിക്കാം. ഡിഫൈൻ 1 മോൾ. ഇത് നമ്മൾ ഡിഫൈൻ മോൾ എന്ന് ചോദിച്ചാലും നമ്മൾ 1 മോളിന്റെ ഡെഫിനിഷൻ ആണ് എടുക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ 1 മോൾ എന്താണെന്ന് 1 മോള് എന്താന്നുള്ളതും അതിന്റെ എക്സാമ്പിളും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എക്സാമിനേഷന് എഴുതുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവേ. 1 മോൾ എന്ന് പറഞ്ഞാൽ ഏതൊരു സബ്സ്റ്റൻസിന്റെയും എമൗണ്ട് ആകാം. ആ എമൗണ്ടിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം, എന്ന് പറയുന്നത് 6.022 into 10⁻23 ആയിരിക്കണം. അതായത് അവോഗാഡ്രോ നമ്പർ ആയിരിക്കണം ആ സബ്സ്റ്റൻസിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം. 1 മോൾ എന്ന് പറഞ്ഞാൽ ഏതൊരു സബ്സ്റ്റൻസിന്റെയും എമൗണ്ട് ആകാം. ആ എമൗണ്ടിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം എത്ര ആയിരിക്കണം? 6.022 into 10⁻23 ആയിരിക്കണം. അതായത് അവോഗാഡ്രോ നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മോളിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. 1 മോൾ is defined as amount of any substance. ഏതൊരു സബ്സ്റ്റൻസിന്റെ എമൗണ്ട് ആകാം. which contains, അതായത് ആ എമൗണ്ടിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്, അതാണ് which contains 6.022 into 10⁻23 particles. 1 mole is defined as amount of any substance which contains 6.022 into 10⁻23 particles. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും 1 മോളിന്റെ ഡെഫിനിഷൻ നമുക്കറിയണം. 1 mole is defined as amount of any substance which contains 6.022 into 10⁻23 particles. ക്ലിയർ ആയല്ലോ? നമുക്ക് 1 മോളിന്റെ എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിൾ ഞാൻ 4 എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ 4 എക്സാമ്പിളിനകത്ത് ആദ്യത്തെ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന എക്സാമ്പിളാണ്, നമുക്ക് ഡെയിലി ലൈഫിലൊക്കെ ഉള്ള എക്സാമ്പിൾ ആണ്. ബാക്കി 2 എക്സാമ്പിൾ നമ്മുടെ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഈ 4 എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ 1 മോൾ എന്താന്നുള്ള കാര്യം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് അങ്ങ് എന്ത് ചെയ്തോളും, വന്നോളും. ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ 1 മോൾ ആപ്പിൾ എടുക്കുന്നു. അതായത് നമുക്കൊരു ബാസ്കറ്റിനകത്ത് ഒരാൾ 1 മോൾ ആപ്പിൾ തന്നു. അന്നേരം നമ്മളോട് ചോദിക്കുക, ആ ബാസ്കറ്റിനകത്ത് എത്ര ആപ്പിൾ ഉണ്ട്? അതായത് ഒരാൾ നമ്മളോട് ഒരു ബാസ്കറ്റിനകത്ത് 1 മോൾ ആപ്പിൾ തന്നു. അന്നേരം നമ്മളോട് ചോദിക്കുക, ആ ബാസ്കറ്റിനകത്ത് എത്ര ആപ്പിൾ ഉണ്ട്? 1 മോൾ ആപ്പിൾ തന്നതെങ്കിൽ അതിനകത്തുള്ള ആപ്പിളിന്റെ എണ്ണം നമ്മൾ എണ്ണി നോക്കുക, ഒന്നും വേണ്ട. 1 മോൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ആപ്പിൾ ഉണ്ടായിരിക്കും? 6.022 into 10⁻23 ആപ്പിൾ കാണും. 1 മോൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 ആപ്പിൾ കാണും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ 1 മോൾ ഓറഞ്ച്, നിങ്ങൾക്ക് ഞാൻ 1 മോൾ ഓറഞ്ച് തന്നു. നിങ്ങളോട് ചോദിക്കുക, അതിനകത്ത് എത്ര ഓറഞ്ച് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എണ്ണി നോക്കുക, ഒന്നും വേണ്ട. 1 മോൾ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര ഓറഞ്ചാ? 6.022 into 10⁻23 ഓറഞ്ച്. ക്ലിയർ ആയല്ലോ? ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എക്സാമ്പിളൂടെ പറഞ്ഞിട്ട് നമുക്ക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം നോക്കാം. ഞാൻ 1 മോൾ ഡയറി മിൽക്ക് തന്നു നിങ്ങൾക്ക് എത്ര ഡയറി മിൽക്ക് തന്നിരിക്കുന്നത്? 1 മോൾ ഡയറി മിൽക്ക് തന്നു. അത് എത്ര ഡയറി മിൽക്ക് ഉണ്ട്? 6.022 into 10⁻23 ഡയറി മിൽക്ക് ഉണ്ട്. ക്ലിയർ ആയല്ലോ? 1 മോൾ എന്താന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ 1 മോൾ ആറ്റം, ഇത് കെമിസ്ട്രിയിലോട്ട് നമ്മൾ വന്നു. 1 മോൾ ആറ്റം, 1 മോൾ ആറ്റത്തിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടാവും? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും. 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടാവും? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ 1 മോൾ മോളിക്യൂള്, 1 മോൾ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 6.022 into 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും.
1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 ആറ്റംസ്. 1 മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 മോളിക്യൂൾസ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ 1 മോൾ ഹൈഡ്രജൻ ആറ്റം, നമ്മൾ 1 മോൾ ഹൈഡ്രജൻ ആറ്റം എടുത്തു. അതിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം കാണും? 6.022 into 10⁻23 ഹൈഡ്രജൻ ആറ്റം കാണും. 1 മോൾ ഓക്സിജൻ ആറ്റം എടുത്തു. 1 മോൾ ഓക്സിജൻ ആറ്റത്തിനകത്ത് എത്ര ആറ്റം കാണും? 6.022 into 10⁻23 ഓക്സിജൻ ആറ്റം കാണും. ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് 2 എക്സാമ്പിൾ പറഞ്ഞു നിർത്താം. 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്തു. 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര ഹൈഡ്രജൻ മോളിക്യൂൾസ് കാണും? 6.022 into 10⁻23 ഹൈഡ്രജൻ മോളിക്യൂൾസ് കാണും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ 1 മോൾ ഓക്സിജൻ മോളിക്യൂൾ എടുക്കുന്നു. 1 മോൾ ഓക്സിജൻ മോളിക്യൂൾ 1 മോൾ ഓക്സിജൻ മോളിക്യൂളിനകത്ത് എത്ര ഓക്സിജൻ മോളിക്യൂൾ കാണും? 6.022 into 10⁻23 ഓക്സിജൻ മോളിക്യൂൾസ് കാണും. 1 മോൾ ക്ലിയർ ആയല്ലോ? ഏതൊരു സബ്സ്റ്റൻസിന്റെ എമൗണ്ട് ആകാം, ആ എമൗണ്ടിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം എത്ര ആയിരിക്കണം? 6.022 into 10⁻23 ആയിരിക്കണം. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ 1 മോൾ എന്താന്നുള്ള കാര്യം? ഇത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ചെയ്യണം. എക്സാമിനേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്തു തരാം, പറഞ്ഞു തരാം. ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ നമ്മൾ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് ഇടുന്ന ഈ വീഡിയോസ് എല്ലാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അന്നേരം നമ്മൾ പഠിക്കുമ്പോൾ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സും അവരും എല്ലാവരും എന്ത് ചെയ്യട്ടെ, പഠിക്കട്ടെ. അതുപോലെ ഈ ലിങ്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ എല്ലാവരും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ സപ്പോർട്ടാണ്. ഈ ലിങ്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. കൺസെപ്റ്റിന്റെ പ്രോബ്ലംസിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്വസ്റ്റ്യനകത്ത് മോളിക്യൂൾസിന്റെ മാസ് ഇൻ ഗ്രാം തരുന്നു. ക്വസ്റ്റ്യനകത്ത് മോളിക്യൂൾസിന്റെ മാസ് ഇൻ ഗ്രാം എന്ത് ചെയ്യുന്നു, തരുന്നു. എന്നിട്ട് നമ്മളോട് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാനും പറയുന്നു. ക്വസ്റ്റിനകത്ത് തരുന്ന എന്താ? മോളിക്യൂൾസിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂ തരുന്നു. അങ്ങനെ മോളിക്യൂൾസിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂ തന്നിട്ട് നമ്പർ ഓഫ് മോൾസും അതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുക. നമുക്ക് ആദ്യം എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവര് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന മാസ് ഇൻ ഗ്രാം വാല്യൂവിനെ ആ മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ gram molecular mass. Number of moles equal mass in gram divided by gram molecular mass. Mass in gram value ക്വസ്റ്റ്യനിൽ തരും. ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. ഈ സെയിം ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം ചെയ്തതാ. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയായിരുന്നു നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ആ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസും എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? നമ്പർ ഓഫ് മോൾസിൽ നിന്ന്
നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂവിനെ നമ്മൾ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് മോൾസിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂവിനെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? 6.022 into 10⁻23. അതിന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണുന്നുവെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 into 10⁻23. Number of molecules equal number of moles into 6.022 into 10⁻23. നമുക്ക് ഒന്നുകൂടെ ഇത് ഇക്വേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഈ പഠിപ്പിക്കുന്ന അതേ ഓർഡറിൽ നിങ്ങൾ കെമിസ്ട്രി എന്ത് ചെയ്താൽ മതി? പഠിച്ചു പോയാൽ മതി. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്ത് പോവുക? ഫോളോ ചെയ്ത് ഞാൻ ഈ പറയുന്ന അതേ ഓർഡറിൽ അങ്ങ് പഠിച്ച് എന്ത് ചെയ്യണമെന്ന് പോകണം കേട്ടോ. പിന്നെ നമ്മുടെ മാസ് ഇൻ ഗ്രാം വാല്യൂ, മോളിക്യൂൾസിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂ എവിടെ തന്നു? ക്വസ്റ്റ്യനിൽ തന്നു. നമ്മളോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു? നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ് ഇൻ ഗ്രാം വാല്യൂവിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഗ്രാം മോളിക്കുലാർ മാസിന്റെ ഷോർട്ട് ഫോം GMM എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്പർ ഓഫ് മോൾസിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 6.022 into 10⁻23 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂവിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രണ്ട് ഇക്വേഷനും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യണം. ഈ ഇടുന്ന വീഡിയോ ക്ലാസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? കാണുക. എന്നിട്ട് ആ നോട്ട്സ് വെച്ച് ഓരോ ദിവസം പഠിപ്പിക്കുന്ന പോർഷൻ അങ്ങ് പഠിച്ച് എന്ത് ചെയ്യണം? പോണം. ഈ നമ്മുടെ ഈ പാറ്റേണിൽ പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രിക്ക് A+ കിട്ടും കേട്ടോ. നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് മോളിക്യൂൾസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ശ്രദ്ധിച്ചിരുന്നാൽ മതിയെ. അത് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് and number of molecules. Calculate the number of moles and number of molecules present in 170 gram ammonia. 170 gram അമോണിയക്കകത്ത് പ്രസന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കണം. 170 ഗ്രാം അമോണിയക്കകത്തുള്ള നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കുക. നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? മാസ് ഇൻ ഗ്രാം divided by gram molecular mass. Mass in gram divided by gram molecular mass. Number of moles equal mass in gram divided by gram molecular mass. ഇവിടെ നമ്മൾ ആരുടെ നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കുന്നത്? അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുമ്പോൾ മാസ് ഇൻ ഗ്രാം divided by gram molecular mass of ammonia. അമോണിയയുടെ ഫോർമുലയാണ് NH3. മാസ് ഇൻ ഗ്രാം വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മാസ് ഇൻ ഗ്രാം വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 170 ഗ്രാം ക്വസ്റ്റ്യൻ തന്നു. അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എങ്ങനെ അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒത്തിരി പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം.
നൈട്രജന്റെ അറ്റോമിക് മാസ് 14. ഇവിടെ എത്ര നൈട്രജൻ ആറ്റം ഉണ്ട്? ഒരു നൈട്രജൻ. പിന്നെ 14 into 1 പ്ലസ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുമ്പോൾ ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എത്ര? 1. അങ്ങനെ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് ഇവിടെ? 3 ഹൈഡ്രജൻ ആറ്റംസ്. ഒരു ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1. അങ്ങനെ 3 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അങ്ങനെ 1 into 3. പിന്നെ 14 into 1 എത്ര? 14 പ്ലസ് 1 into 3 എത്ര? 3. 14 plus 3 equal 17 gram. അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര ഗ്രാം ആണ്? 17 ഗ്രാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള മാസ് ഇൻ ഗ്രാം വാല്യൂ നമുക്കറിയാം, ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമുക്ക് അറിയാം. നമ്മൾ എങ്ങനെയാ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്? മാസ് ഇൻ ഗ്രാം 170 ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ. അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസ് എത്ര ഗ്രാമാ? 17 ഗ്രാം. 170 ഗ്രാം ഡിവൈഡഡ് ബൈ 17 ഗ്രാം ഈക്വൽ നമുക്ക് കിട്ടുന്നതാണ് 10 മോൾ. എത്രയാണ്? 10 മോൾ. അതായത് 170 ഗ്രാം അമോണിയക്കകത്ത് പ്രസന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എത്ര മോൾ ആണ്? 10 മോൾ. 170 ഡിവൈഡഡ് ബൈ 17. അങ്ങനെ നമുക്ക് 10 മോൾ എന്ന് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമ്പർ ഓഫ് മോൾസ് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ആ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് നമ്പർ ഓഫ് മോൾസിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. 170 ഗ്രാം അമോണിയക്കകത്തുള്ള നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. 170 ഗ്രാം അമോണിയക്കകത്തുള്ള നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ ആണ് 10 മോൾ. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്തു. നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെ നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂനെ അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ എത്രയായിരുന്നു? 10. നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ ആയിട്ടുള്ള 10നെ നമ്മൾ അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട, ഞാൻ ഈ പറയുന്ന രീതി ചെയ്താൽ മതി. നിങ്ങൾ 10⁻23 ഒന്നും ചെയ്യണ്ട. 10⁻23 അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? ഇട്ടേക്കുക. 10 into 6.022 നോക്കുക. 10 into 6.022. 10 into 6.022 എന്ന് പറയുന്നത് 60.22. 10 into 6.022 നമ്മൾ ചെയ്യുമ്പോൾ 60.22 എന്ന് കിട്ടും ആൻസർ. into 10⁻23 into 10⁻23 മോളിക്യൂൾസ്. ക്ലിയർ ആയല്ലോ? അങ്ങനെ നമ്പർ ഓഫ് മോളിൽ നിന്ന്
നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 10 നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ എത്ര? 10 മോൾ. പിന്നെ 10നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ആൻസർ 60.22 into 10⁻23 മോളിക്യൂൾസ് എന്ന് കിട്ടും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്തത്? ആദ്യം 170 ഗ്രാം അമോണിയക്കകത്തുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ക്ലിയർ ആയി? നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു. എങ്ങനെയാ? നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. മാസ് ഇൻ ഗ്രാമിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പ്രോബ്ലം ചെയ്യണം. അത് നമ്മുടെ ഈ പ്രോബ്ലം ചെയ്യുന്നതിനേക്കാൾ ഒരു സ്റ്റെപ്പും കൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? അടുത്ത പ്രോബ്ലത്തിന് നമുക്ക് ചെയ്യണം. ആദ്യം ആ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം പറഞ്ഞു തന്നിട്ട് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാവേ. ഓക്കെ. കഴിഞ്ഞ പ്രോബ്ലത്തില് മാസ് ഇൻ ഗ്രാമിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ ചെയ്തു. മാസ് ഇൻ ഗ്രാം വാല്യൂ തരുന്നു. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയി. അതായത് മാസ് ഇൻ ഗ്രാമിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്പർ ഓഫ് മോൾസിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാനും ക്ലിയർ ആയിട്ട് മനസ്സിലായി. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പ്രോബ്ലം ചെയ്യണം. അത് കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലുള്ള പ്രോബ്ലം. ആ പ്രോബ്ലത്തിനകത്ത് ക്വസ്റ്റ്യനകത്ത് മാസ് ഇൻ ഗ്രാം വാല്യൂ തരും. മാസ് ഇൻ ഗ്രാം വാല്യൂ തരും. അങ്ങനെ മാസ് ഇൻ ഗ്രാം വാല്യൂ തന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് മോൾസും കാൽക്കുലേറ്റ് ചെയ്യണം, നമ്പർ ഓഫ് മോളിക്യൂൾസും കാൽക്കുലേറ്റ് ചെയ്യണം, നമ്പർ ഓഫ് ആറ്റംസും കാൽക്കുലേറ്റ് ചെയ്യണം. മാസ് ഇൻ ഗ്രാം വാല്യൂ തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണം, നമ്പർ ഓഫ് ആറ്റംസും എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. മാസ് ഇൻ ഗ്രാമിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അടുത്ത നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയണം. നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂവിനെ അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് അറ്റോമിസിറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഈ ഇക്വേഷൻ ഇപ്പോൾ ഒന്ന് കാണാതെ പഠിക്കണം. നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയല്ലോ? മാസ് ഇൻ ഗ്രാമിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കാണാം, നമ്പർ ഓഫ് മോൾസിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാം, നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കാണാം. എങ്ങനെ നമ്പർ ഓഫ് ആറ്റംസ് കാണുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്കിനി എന്താണ് അറ്റോമിസിറ്റി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
അറ്റോമിസിറ്റി എന്താണെന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണ് അറ്റോമിസിറ്റി? ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണമാണ് അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. എന്താണ് അറ്റോമിസിറ്റി? ഒരു മോളിക്യൂളിനകത്ത് പ്രസന്റ് ചെയ്യുന്ന ആറ്റംസിന്റെ എണ്ണമാണ് അറ്റോമിസിറ്റി. നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ വൺ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അറ്റോമിസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന 4 മോളിക്യൂൾസ് ഉണ്ട്. ആ 4 മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി വാല്യൂ നമുക്ക് എഴുതാം. ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ഓക്സിജൻ മോളിക്യൂൾ. എന്ത് മോളിക്യൂൾ ആണ്? ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ മോളിക്യൂളിന്റെ ഫോർമുല എന്താ? O2. O2 എന്ന് എഴുതുമ്പോൾ ഓക്സിജൻ മോളിക്യൂളിനകത്ത് എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. O2 മോളിക്യൂളിനകത്ത് 2 ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഓക്സിജൻ മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി വാല്യൂ എത്രയാണ്? 2. കാരണം O2 മോളിക്യൂളിനകത്ത് ടോട്ടല് എത്ര ഓക്സിജൻ ആറ്റം ഉള്ളത്? 2 ഓക്സിജൻ ആറ്റം. അങ്ങനെയാണെങ്കിൽ ഓക്സിജന്റെ അറ്റോമിസിറ്റി വാല്യൂ എത്ര വരുന്നു? 2 വരുന്നു. ക്ലിയർ ആയല്ലോ? അടുത്ത നമ്മൾ എടുക്കുന്നതാണ് അമോണിയ. അമോണിയ മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി വാല്യൂ നോക്കാം. ഏത് മോളിക്യൂളിന്റെ ആണ്? അമോണിയ മോളിക്യൂളിന്റെ. അമോണിയ മോളിക്യൂളിനകത്ത് 1 നൈട്രജൻ ആറ്റവും ഉണ്ട്, 3 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. 1 നൈട്രജൻ ആറ്റവും ഉണ്ട്, 3 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. NH3 ആണ് അമോണിയയുടെ ഫോർമുല. ഇവിടെ ടോട്ടൽ ആറ്റംസിന്റെ എണ്ണം എത്ര? 1 നൈട്രജൻ ആറ്റവും അതുപോലെ തന്നെ എത്ര ഹൈഡ്രജൻ ആറ്റമാ? 3 ഹൈഡ്രജൻ ആറ്റവും. 1 + 3 ടോട്ടൽ ആറ്റംസിന്റെ എണ്ണം 1 + 3 = എത്രയാണ്? 4. ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. അമോണിയയുടെ അറ്റോമിസിറ്റി വാല്യൂ എത്രയാണ്? 4. O2ന്റെ ഓക്സിജൻ മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി വാല്യൂ എത്രയായിരുന്നു? 2. അമോണിയയുടെ അറ്റോമിസിറ്റി വാല്യൂ എത്രയാണ്? 4. അടുത്ത നമുക്ക് CO2ന്റെ കാർബൺ ഡയോക്സൈഡ് CO2ന്റെ അറ്റോമിസിറ്റി നോക്കാം. CO2നകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 കാർബൺ ആറ്റം ഉണ്ട്. അതുപോലെ തന്നെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം. CO2നകത്ത് 1 കാർബൺ ആറ്റം ഉണ്ട്. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. നമുക്ക് അറ്റോമിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? 1 + 2 = എത്രയാണ്? 3. കാരണം 1 കാർബണും 2 ഓക്സിജൻ ആറ്റവും. 1 + 2 = എത്രയാണ്? 3. CO2ന്റെ അറ്റോമിസിറ്റി വാല്യൂ എത്രയാണ്? 3. ക്ലിയർ ആയല്ലോ? അടുത്ത നമുക്ക് വാട്ടറിന്റെ ഫോർമുല എന്താ? H2O. വാട്ടറിന്റെ അറ്റോമിസിറ്റി വാല്യൂ നോക്കാം. അതായത് വാട്ടറിനകത്തുള്ള ടോട്ടൽ ആറ്റംസിന്റെ എണ്ണം നോക്കാം. H2O എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജൻ. കാരണം H2 എന്ന് പറഞ്ഞാൽ എത്ര ഹൈഡ്രജൻ ആറ്റമാ? 2 ഹൈഡ്രജൻ ആറ്റം. അതുപോലെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 1 ഓക്സിജൻ ആറ്റം. വാട്ടറിന്റെ അറ്റോമിസിറ്റി വാല്യൂ 2 + എന്താണ്? 1 = എത്രയാണ്? 3. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അറ്റോമിസിറ്റി വാല്യൂ എത്ര? 2 + 1. 2 ഹൈഡ്രജൻ ആറ്റം 1 ഓക്സിജൻ ആറ്റം. 2 + 1 = എന്താണ്? 3. ക്ലിയർ ആയല്ലോ? നമ്മൾ അറ്റോമിസിറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഒരു മോളിക്യൂളിനകത്ത് പ്രസന്റ് ചെയ്യുന്ന ആറ്റംസിന്റെ എണ്ണമാണ് അറ്റോമിസിറ്റി. അറ്റോമിസിറ്റി വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ 4 എക്സാമ്പിൾ എടുത്തു. ഓക്സിജൻ മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി കണ്ടുപിടിച്ചു, അമോണിയ മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി കണ്ടുപിടിച്ചു, CO2 മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി കണ്ടുപിടിച്ചു, H2O വാട്ടറിന്റെ അറ്റോമിസിറ്റി വാല്യൂ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് കുറച്ച് ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻ. അവര് ക്വസ്റ്റ്യനകത്ത് മാസ് ഇൻ ഗ്രാം തരും. നമ്മൾ ആ മാസ് ഇൻ ഗ്രാം വെച്ച് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞ് നമ്പർ ഓഫ് ആറ്റംസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ആ പ്രോബ്ലം ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതിയേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മളെ ചെയ്യുന്നത് മാസ് ഇൻ ഗ്രാമിൽ നിന്ന്
നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ആറ്റംസും കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് വരെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതൽ കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ആറ്റംസും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ തുടങ്ങാവേ. ഹൗ മെനി മോൾസ്, ഇതൊന്ന് ശ്രദ്ധിച്ചോണെ, തെറ്റിക്കല്ലേ. ഹൗ മെനി മോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എന്ന് തന്നെ. ഹൗ മെനി ക്വസ്റ്റ്യനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അതിന്റെ അർത്ഥം നമ്പർ ഓഫ് എന്ന് തന്നെയാണ്. ഹൗ മെനി മോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എന്ന് തന്നെ. ഹൗ മെനി മോൾസ്, മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് present in 64 gram oxygen. How many moles, molecules and atoms present in 64 gram oxygen? Oxygen molecule ഫോർമുല തന്നിട്ടുണ്ട് O2. ഓക്സിജനകത്ത് പ്രസന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ആറ്റംസും കണ്ടുപിടിക്കണം. ഹൗ മെനി എന്ന് കേട്ടാൽ മറക്കരുത്, അതിന്റെ അർത്ഥം നമ്പർ ഓഫ് എന്ന് തന്നെ. ഹൗ മെനി എന്ന് കേട്ടാൽ ഓർത്തോണം, നമ്പർ ഓഫ് എന്ന് തന്നെയാണ്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്? മാസ് ഇൻ ഗ്രാം വാല്യൂനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്സിജന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂ എത്ര ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? 64 ഗ്രാം. മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യൻ ഉണ്ട്. മാസ് ഇൻ ഗ്രാമിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ആരുടെ ഗ്രാം മോളിക്കുലാർ മാസ് എടുക്കേണ്ടത്? ഓക്സിജന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എടുക്കണം. മാസ് ഇൻ ഗ്രാം വാല്യൂ, ഓക്സിജന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നു 64 ഗ്രാം എന്നുള്ളത്. ഓക്സിജന്റെ ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കണം. ഈസി അല്ലേ ഓക്സിജന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ? GMM(O2) ഈക്വൽ ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്ര? 16. ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ O2 എന്ന് പറഞ്ഞാൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 16. അങ്ങനെയാണെങ്കിൽ 2 ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? 16 into 2. 16 into 2 എത്ര? 32 ഗ്രാം. ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ അതായത് GMM(O2) നമ്മൾ കണ്ടുപിടിച്ചു. എത്ര ഗ്രാം ആണ്? 32 ഗ്രാം. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? മാസ് ഇൻ ഗ്രാം വാല്യൂ 64 ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് 32 gram. The number of moles equal 64 gram divided by 32 gram. 64 divided by 32 equal എത്ര മോൾ ആണ്? 2 മോൾ. ക്ലിയർ ആയല്ലോ. നമ്മൾ 64 ഗ്രാം ഓക്സിജനകത്തുള്ള നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ എത്രയാണ്? 2 മോൾ. ഇനി മോളിൽ നിന്ന് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. മോളിക്യൂൾസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോളിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാം. (64 gram ഓക്സിജനകത്തുള്ള നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. 64 ഗ്രാം ഓക്സിജനകത്തുള്ള നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ ആണ് 2 മോൾ. ഇത് നമ്മൾ അടുത്തത് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂവിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into
10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂനെ അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ എത്രയായിരുന്നു? 64 ഗ്രാം. ഓക്സിജൻ അകത്തുള്ള നമ്പർ ഓഫ് മോളിന്റെ വാല്യൂ 2 into എന്ത് നമ്പറാ? അവോഗാഡ്രോ നമ്പർ നോക്കണം. 6.022 into 10⁻23. 2 into 6.022 into 10⁻23. ഇവിടെ നിങ്ങൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10⁻23 അതുപോലെ തന്നെ ഇടുക. അത് മൾട്ടിപ്ലൈ ചെയ്യുക ഒന്നും വേണ്ട. 2 into 6.022 നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 2 into 6.022 മൾട്ടിപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. 12.044 കിട്ടും. 12.044 into എന്തെന്ന് കൊടുക്കുക? 10⁻23 എന്ന് കൊടുക്കുക. ക്ലിയർ ആയി? 64 ഗ്രാം ഓക്സിജൻ അകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. 12.044 into 10⁻23 മോളിക്യൂൾസ്. ഇത്രയും നമ്മൾ ചെയ്തത് കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ അതേ പാറ്റേണിലാണ് നമ്മൾ ചെയ്തത്. 64 ഗ്രാം ഓക്സിജൻ അകത്തുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ആ നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോളിന്റെ വാല്യൂനെ നമ്മൾ എന്തുകൊണ്ട് നമ്പർ ഓഫ് മോളിന്റെ വാല്യൂ ആയിട്ടുള്ള 2നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോളിന്റെ വാല്യൂനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂളിൽ നിന്ന് അടുത്ത സ്റ്റെപ്പില് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോളിക്യൂളിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. കാരണം ക്വസ്റ്റ്യനെ ചോദിച്ചിരിക്കുന്നത് 64 ഗ്രാം ഓക്സിജൻ അകത്തുള്ള നമ്പർ ഓഫ് മോളും കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ നമ്പർ ഓഫ് ആറ്റംസും എന്ത് ചെയ്യണമായിരുന്നു? കണ്ടുപിടിക്കണമായിരുന്നു. എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അറ്റോമിസിറ്റി കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് ആരുടെ നമ്പർ ഓഫ് ആറ്റംസ് ആ കണ്ടുപിടിക്കേണ്ടത്? ഓക്സിജന്റെ നമ്പർ ഓഫ് ആറ്റംസ് ആ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എടുക്കുന്ന അറ്റോമിസിറ്റി ആരുടെ ആയിരിക്കണം? ഓക്സിജൻ മോളിക്യൂൾ ആയിട്ടുള്ള O2ന്റെ എന്തെടുക്കണം? അറ്റോമിസിറ്റി എടുക്കണം. ഓക്സിജൻ മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി വാല്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുപിടിച്ചതല്ലേ? സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാ. ഓക്സിജൻ മോളിക്യൂളിന്റെ ഫോർമുല എന്താ? O2. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസിന്റെ എണ്ണമാണ് അറ്റോമിസിറ്റി. ഓക്സിജൻ മോളിക്യൂളിന്റെ ഫോർമുല എന്താണ്? O2. O2 എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ആറ്റം വരും? 2 ഓക്സിജൻ ആറ്റം. O2 എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. എന്ന് പറഞ്ഞാൽ O2 മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി വാല്യൂ എത്രയാണ്? 2 ആണ് O2 മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി വാല്യൂ. കാരണം O2 മോളിക്യൂളിനകത്ത് എത്ര ഓക്സിജൻ ആറ്റം ഉള്ളത്? 2 ഓക്സിജൻ ആറ്റം. O2ന്റെ അറ്റോമിസിറ്റി വാല്യൂ എത്ര എടുക്കണം? 2 എടുക്കണം. നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണത്തെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ആരുടെ അറ്റോമിസിറ്റി എടുക്കണം? ഓക്സിജൻ മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി ആയിട്ടുള്ള 2 എടുക്കുക. നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. 12.044 into 10⁻23 ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. ആ നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂവിനെ O2ന്റെ അറ്റോമിസിറ്റി
വാല്യൂ ആയിട്ടുള്ള എന്തുകൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയി? പിന്നെ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻടു അറ്റോമിസിറ്റി. നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം എത്രയായിരുന്നു? 12.044 ഇൻടു 10⁻23 ഇൻടു അറ്റോമിസിറ്റി വാല്യൂ എത്ര? O2 ന്റെ 2. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 10⁻23 നമ്മൾ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യണ്ട. 12.044 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 12.044 നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 24.088 എന്നാണ്. 12.044 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 24.088 എന്നാണ്. ഇൻടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാത്ത ആരെയായിരുന്നു? 10⁻23. 24.088 ഇൻടു 10⁻23 ആറ്റംസ് എന്ന് കിട്ടും. നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടിയത് 24.088 ഇൻടു 10⁻23 ആറ്റംസ് എന്ന് കിട്ടി. 64 ഗ്രാം ഓക്സിജൻ അകത്തുള്ള നമ്പർ ഓഫ് മോൾസ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് മോളിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 ഇൻടു 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്പർ ഓഫ് മോളിക്യൂൾസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂവിനെ അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ അറ്റോമിസിറ്റി എടുത്ത് ആരെയാ? ഓക്സിജന്റെ ഓക്സിജൻ മോളിക്യൂൾ ആയിട്ടുള്ള O2 ന്റെ അറ്റോമിസിറ്റി എടുക്കണം. കാരണം ഇവിടെ കണ്ടുപിടിക്കുന്നത് 64 ഗ്രാം ഓക്സിജൻ അകത്തുള്ള നമ്പർ ഓഫ് മോള്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് ആറ്റംസ്. ഇവിടെ അറ്റോമിസിറ്റി ആരുടെ എടുക്കുക? O2 ന്റെ അറ്റോമിസിറ്റി വാല്യൂ എത്രയാണ്? 2. നമുക്ക് ആറ്റംസിന്റെ എണ്ണം എത്ര ഡിഫൈൻഡ് ആയിട്ട് 24.088 ഇൻടു 10⁻23 ആറ്റംസ് കിട്ടി. ഈ രണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് മാസ് ഇൻ ഗ്രാമിൽ നിന്ന് നമ്പർ ഓഫ് മോളും നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് മാസ് ഇൻ ഗ്രാമിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ആറ്റംസും കണ്ടുപിടിക്കണം. ഈ രണ്ട് ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് ഒരു 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചു തരണേ. അത് വാട്സപ്പ് അയച്ചു തരണം. കാരണം നിങ്ങൾ അത് ചെയ്ത് എനിക്ക് അയച്ചു തരുമ്പോഴേ അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അത് കറക്റ്റ് ആണെങ്കിലേ നമുക്ക് എനിക്ക് ക്ലിയർ ആവത്തുള്ളൂ നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്നുള്ളത്. അന്നേരം എല്ലാവരും ആ 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒന്ന് വാട്സപ്പ് അയച്ചു തരണേ. ഓക്കെ.